ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ, തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ, തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലെ നിൻ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലെ നിൻ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് അനേകം വീര്യപ്രവൃത്തികൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീര്യപ്രവൃത്തികളാൽ നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അനേകർ ഈ ദൈവത്തിൻ്റെ ശക്തിയും കൃപയും സ്നേഹവും അനുഭവിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെയും എൻ്റെ ദൈവം അങ്ങനെയാണ് നടത്തിയത്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം കർത്താവായ യേശുവിൻ്റെ ക്രൂശിലെ തിരുബലിയും ക്രൂശ് മരണവും ആ തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പും അനേകർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായ സ്നേഹത്തിലേക്ക് അനേകരെ നടത്തുക എന്നുള്ളതാണ്. അതുവഴി യേശുവിൻ്റെ
ചങ്ക് പിളർന്ന് പ്രതിഷ്ഠിച്ചതായ ജീവനുള്ള പുതുവഴിയായി സ്വർഗരാജ്യത്തിലേക്ക് അനേകരെ ആകർഷിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനികളായ ഏവർക്ക് മുമ്പിൽ ഇന്നുള്ളതായ വെല്ലുവിളി. നമുക്ക് ദൈവവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. എബ്രായർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് ഇപ്പോൾ വായിച്ചു കേൾക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഗതിനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി ആ തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ചതായ ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്കൊരു ജീവനുള്ള വഴി പ്രതിഷ്ഠിച്ചു തന്നു. അത് പുതുവഴിയാണ്, ജീവനുള്ള വഴിയാണ്, പുതുവഴിയാണ്. ന്യൂ വേ, ഇറ്റ് ഇസ് എ ലൈഫ് ഗിവിങ് വേ. ഇറ്റ്സ് എ ന്യൂ വേ, ഇറ്റ്സ് എ ലൈഫ് ഗിവിങ് വേ. ആ വഴിയിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശനമുള്ളൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതിൻ്റെ എല്ലാം കാരണം അതിന് ഒരേ ഒരു യോഗ്യത മതി. ത്രൂ ദ ഷഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി അതിൽ കൂടി ആ വഴി തുറക്കാൻ കാരണം ആ രക്തം ചിന്തി എന്നുള്ളതാണ്. ത്രൂ ദ ലൈഫ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബിക്കോസ് ഓഫ് ദി ലൈഫ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനൊരു യോഗ്യത എന്ന് പറയാനുള്ളൂ. ആ തിരുരക്തത്തിൻ്റെ മുദ്ര കിട്ടുന്നവർക്കാണ് സ്വർഗരാജ്യം. ആ മുദ്ര എങ്ങനെയാണ് കിട്ടുന്നത്? ആ മുദ്ര കിട്ടണമെങ്കിൽ യേശുക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? വചനം കേൾക്കണം. വചനം നിർമ്മലമായ പരിശുദ്ധാത്മാവിൻ്റെ വചനം, കറയില്ലാത്ത വചനം, ആത്മാവിൻ്റെ തേജസ് നിറഞ്ഞതായ തേജസ്സിൻ്റെ വചനം നാം കേൾക്കണം. പ്രിയപ്പെട്ടവർ, ഏതെങ്കിലുമൊക്കെ പ്രസംഗം കേട്ടാൽ പോരാ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ തേജസ്സിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് അവിടെ ഹൃദയഭിത്തികളിൽ അത് എഴുതിത്തരും. ദൈവത്തിന് സ്തോത്രം. അത് വിശ്വസിക്കണം. വചനം കേൾക്കണം, വചനം വിശ്വസിക്കണം. വചനം വിശ്വസിച്ചിട്ട് എന്തു ചെയ്യണം? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്ന് വിശ്വസിക്കണം. കർത്താവേ, നിൻ്റെ രക്തം ചിന്തി നീ ക്രൂസിൽ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ് ഞാനിന്ന് എൻ്റെ പാപത്തിനെല്ലാം പരിഹാരം ഉണ്ടായിരിക്കുന്നത്. ദൈവമേ, മഹാഭാവിയായ ഞാൻ, അസംഖ്യങ്ങളായ എൻ്റെ സകല മഹാപാപങ്ങളും, കർത്താവെ, കണക്കില്ലാത്ത മഹാപാപങ്ങൾ, എണ്ണുവാൻ കഴിയാത്തതായ മഹാപാപങ്ങൾ, ദൈവമേ, എനിക്ക് നിൻ്റെ അടുക്കൽ വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ മഹാപാപങ്ങൾ, കർത്താവെ, എല്ലാം നീ നിൻ്റെ കൃപയാൽ മനസ്സലിഞ്ഞ് കരുണയോടെ എനിക്ക് വേണ്ടി അതെല്ലാം ഏറ്റെടുത്ത് നീ തന്നെ അതെല്ലാം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നിൻ്റെ തിരുരക്തം ക്രൂസിൽ ചിന്തി, കർത്താവെ, നിൻ്റെ ശരീരം തകർക്കാൻ വിട്ടുകൊടുത്തു. എൻ്റെ കർത്താവെ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ശിക്ഷയെല്ലാം നീ ഏറ്റ് എനിക്ക് വേണ്ടി നീ ക്രൂസിൽ മരിച്ചു. എൻ്റെ കർത്താവെ, നീ ക്രൂസിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. കർത്താവെ, നീ കഷ്ടങ്ങളെ അനുഭവിച്ചത്, പീഡ അനുഭവിച്ചത് എനിക്ക് വേണ്ടിയാണ്. ഞങ്ങൾക്കായി ഉളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക എന്ന് പിതാക്കന്മാർ കഷ്ടാനുഭാഷത്തെ പാടുന്നുണ്ട്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഉളവായ നിൻ്റെ ബഹുകഷ്ടത, ആ മഹാപീഡ നിമിത്തം കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞാനാണ് നീ പീഡ അനുഭവിക്കാൻ കാരണം, ഞാനാണ് നീ മരിക്കാൻ കാരണം, എൻ്റെ ശിക്ഷയാണ്, എൻ്റെ മേൽ വരേണ്ട ശിക്ഷയാണ് നീ ഏറ്റെടുത്തത്. ഇത് വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ, ക്രൂസിൽ മരിച്ച രക്ഷകനെ, എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി നാഥ, ഞാൻ നിന്നെ ഇതാ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവെന്ന് ആരേറ്റു പറയുന്നുവോ അവൻ്റെ ചങ്കിലേക്ക് എഴുന്നള്ളി വരുവാൻ യേശു കാത്ത് നിൽക്കുകയാണ്. അല്ല, അനേക നാളുകളായി
തലമുറയായി പിറകെ നടക്കുകയാണ്. ഞാൻ ഓർക്കുന്നു 44 വർഷം എൻ്റെ യേശു എൻ്റെ പിന്നാലെ നടന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്നും എനിക്ക് പള്ളിയുണ്ട്, ആരാധനയുണ്ട്, മധുബായിലെ ശുശ്രൂഷയുണ്ട്, പ്രസംഗമുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപനമുണ്ട്, പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളുമുണ്ട്. പക്ഷേ എൻ്റെ യേശുവിൻ്റെ ചങ്ക് തുറന്ന് എൻ്റെ ആ രക്തം ചിന്തിയാണ് എന്നെ വീണ്ടെടുത്തതെന്നുള്ള മഹായാഥാർത്ഥ്യം എന്നിൽ നിന്ന് പിശാച് മറച്ചു വെച്ചു. അത് ഞാൻ ഒരിക്കലും അങ്ങ് വിശ്വസിക്കാൻ ഇടയായില്ല. പ്രസംഗങ്ങൾ കേട്ടു, ഞാനും പ്രസംഗിച്ചു. പക്ഷേ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നുള്ളതായ ആ മഹത് വചനം, ഈ ബൈബിളിലെ വചനം പ്രിയപ്പെട്ടവരെ ഒരിക്കലും എൻ്റെ ഹൃദയത്തിലെ അന്തരംഗത്തിലേക്ക് കടന്നില്ല. ഞാൻ സമർപ്പണമെടുത്തപ്പോൾ കർത്താവ് എന്നോടൊരു വാക്ക് പറഞ്ഞു. 1997 ഒരു സമർപ്പണം ഞാൻ എടുത്തപ്പോൾ എൻ്റെ കർത്താവ് അന്ന് എനിക്കൊരു വാഗ്ദാനം തന്നു. ഞാൻ നിൻ്റെ നാവിനെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഞാൻ നിൻ്റെ മേൽ ഇറങ്ങി നിന്ന് എൻ്റെ ശുശ്രൂഷ നിവർത്തിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നിന്നെ എൻ്റെ കയ്യിലെ എഴുത്തുകോലായി ഞാൻ സ്വീകരിക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിലെ എഴുത്തുകോലായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, അന്ന് ആ ജീവിതം സമർപ്പിച്ചു കൊടുത്തു. ആ പൊന്നുകരങ്ങളിൽ എന്നെ എടുത്ത് എഴുതാനായിട്ട് കർത്താവേ നീ ആഗ്രഹിക്കുന്ന പോലെ, നീ ആഗ്രഹിക്കുന്നതായ വചനം, കർത്താവേ നീ ആഗ്രഹിക്കുന്നതായ വാക്കുകൾ, ദൈവമേ നിൻ്റെ പൊന്നുകരം കൊണ്ട് ഈ നിസ്സാരനായ പാപിയായ അടിയനെ എടുത്ത് എഴുതണമേ. കർത്താവേ, എഴുതുന്ന എഴുത്തുകോലിന് അല്ലെങ്കിൽ പെൻസിലിന് അല്ലെങ്കിൽ പേനയ്ക്ക് സ്വന്തമായ ഒരു ഐഡിയയില്ല, സ്വന്തമായി എഴുതാൻ അവർക്ക് അതിന് പറ്റുകയില്ല. എന്നാൽ അതിനെ ഒരു എഴുത്തുകാരൻ ഉപയോഗിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം, തിരുഹിതപ്രകാരം, എൻ്റെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ പെൻസില് അല്ലെങ്കിൽ ഈ ഞാനാകുന്ന ഈ പേന അവൻ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അവന് ഇഷ്ടമുള്ളതെല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ, ഓരോ ഹൃദയങ്ങളിൽ അവന് എഴുതി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞു. നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കും. ബഹുമാനപ്പെട്ട യോഹന്നാസാറിൻ്റെ നാവിൽ കൂടെ ഈ മഹാവാഗ്ദാന വചനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ ജീവിതം പൊന്നുകർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നേക്കുമായി സമർപ്പിച്ചു കൊടുത്തു. കർത്താവേ, ഇതാ ഞാൻ നിൻ്റെ വക. യേശുവേ, ഞാനൊരു പുതിയ സൃഷ്ടി. ആ തൃപ്പാദത്തിലേക്ക് എന്നെ വെച്ചു കൊടുത്തു. ആ തൃപ്പാദം ഞാൻ ചുംബിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ തിരുരക്തം ഒഴുകി വരുന്ന തൃപ്പാദം ഞാൻ ചുംബിച്ചത് ഓർക്കുന്നുണ്ട്. ആ പൊന്നുകരം എൻ്റെ മേൽ വെച്ചതും എന്നെ ആശ്വസിപ്പിച്ചതും ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇരുകരവും വെച്ച് കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ജീവിപ്പിക്കുന്നതായ ആ വാഗ്ദത്ത വചനങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കാരണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ യേശുക്രിസ്തു എനിക്കൊരു സത്യമാണ്. യേശുക്രിസ്തു എനിക്കൊരു നിർമ്മലമായ യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചങ്കിനകത്ത് എൻ്റെ യേശു ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, പ്രിയപ്പെട്ടവരെ, ലോകത്തെല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ഒരു സങ്കടവുമില്ല. കാരണം എൻ്റെ പ്രാണപ്രിയൻ കർത്താവുമായ യേശുക്രിസ്തു സർവ്വ അണ്ടഘടാകങ്ങളെയും മെനഞ്ഞവൻ, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ചവൻ ഈ ചങ്കിനകത്ത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ അനുഭവിക്കുന്നു. ആ തൃപ്പാദത്തിൽ മുട്ടുമടക്കുമ്പോൾ എനിക്ക് ആ സന്തോഷം ഞാൻ അനുഭവിക്കാൻ സാധിക്കുന്നു. ആ തിരുമുഖം എൻ്റെ നേരെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുമ്പോഴും ഞാൻ ആ ക്രൂശിക്കപ്പെട്ടവനായ പൊന്നു കർത്താവിൻ്റെ തിരുവിലാവിലേക്ക് നോക്കിക്കൊണ്ട് ആ പൊന്നുമുഖവും കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനോട് പറ, യേശുവേ, നീയും എനിക്കൊരു യാഥാർത്ഥ്യമായി ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ആകുലങ്ങൾക്കും എൻ്റെ ആവലാധികൾക്കും എൻ്റെ രോഗങ്ങൾക്കും എൻ്റെ പ്രയാസങ്ങൾക്കും എൻ്റെ കുറവുകൾക്കും ദൈവമേ ഒരു പരിഹാരം തരണമേ. യേശുവേ, എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്ന ദൈവമേ, എൻ്റെ പാപത്തിന് ഒരു ദൈവമേ നീ പരിഹാരം വരുത്തി കഴിഞ്ഞുവെന്ന് യേശുവേ നീ ക്രൂസിൽ ചൊരിഞ്ഞതായ തങ്ക തിരുരക്തം കൊണ്ട് സകല പാപങ്ങളും കഴുകപ്പെട്ടു എന്ന് ദൈവമേ വിശ്വസിക്കുവാൻ ഇന്ന് എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. കർത്താവേ, നിൻ്റെ നിർമ്മല വചനം ഇന്ന് എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ആ യേശുവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഇന്നും ജീവിതം കൊടുത്താൽ, ഈ നിമിഷം നിങ്ങൾ കൊടുത്താൽ, ഇന്നു മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുവാൻ തുടങ്ങും. ഒരു പുതിയ വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടും. അത് ചങ്ക് വളർന്നതായ പുതുവഴിയാണ് പ്രിയപ്പെട്ടവരെ. അത് ലൈഫ് ഗിവിങ് വേ ആണ്. അത് ന്യൂ വേ ആണ് പ്രിയപ്പെട്ടവരെ. ലൈഫ് ഗിവിങ് ആണ്. അത് ജീവനുള്ള പുതുവഴിയാണ്, ജീവൻ ഉണ്ടാക്കുന്ന പുതുവഴിയാണ്. ആ വഴിയിൽ കൂടെ യേശുക്രിസ്തു പോയ വഴിയെ ക്രൂശും താങ്ങിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും യേശുവിൻ്റെ പിന്നാലെ പോകാം. അത് മാത്രമാണ് ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് പഠിപ്പിച്ചത്. ഈ കൂട്ടായ്മയിൽ കൂടെ കാണിച്ചു തന്നതും
പഠിപ്പിച്ചതും എൻ്റെ പ്രിയപ്പെട്ടവരെ വേറെ ഒന്നിലേക്കും വിരൽ ചൂണ്ടിയില്ല, ഒരു വ്യക്തിയിലേക്കും വിരൽ ചൂണ്ടിയില്ല, തന്നിലേക്ക് തന്നെ വിരൽ ചൂണ്ടിയില്ല. എനിക്കതെല്ലാം വളരെ ആകർഷണമായി തോന്നി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെയും കാണാതെ, ഒരു മനുഷ്യനെയും കാണാതെ, ഒരു വ്യക്തിയെയും ആരാധനാപാത്രമാക്കാതെ എൻ്റെ പ്രാണപ്രിയനായ യേശു, ഇന്ന് ഞാൻ ജീവിക്കുവാൻ കാരണമായ യേശു അല്ല, എനിക്ക് നിത്യമായ സ്വർഗീയ ഭവനം ഒരുക്കി എന്നെ അവിടേക്ക് സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്നതായ അവൻ തൻ്റെ ചങ്ക് പിളർന്ന് പ്രതിഷ്ഠിച്ചതായ ജീവനുള്ള പുതുവഴിയിൽ കൂടെ നടത്തി എന്നെ അവിടെ എത്തിക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്ന യേശുക്രിസ്തുവിനെ മാത്രം കണ്ടുകൊണ്ട് അവൻ്റെ പിന്നാലെ സഞ്ചരിക്കുക, അവന് വേണ്ടി ചെയ്യാവുന്ന ചെയ്യുക, അനേകരോട് സത്യം വിളിച്ചു പറയുക, അത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടായ്മയല്ല, ഒരു സഭയല്ല. പ്രിയപ്പെട്ടവരെ, എല്ലാം നടക്കട്ടെ, പക്ഷേ യേശു എന്ന മഹായാഥാർത്ഥ്യം, ആ അത്ഭുത പുരുഷനെ എൻ്റെ ആരാധനാ പാത്രമാക്കിക്കൊണ്ട് അവൻ്റെ പിന്നാലെ ആ ചങ്ക് തുറന്ന വഴിയിൽ കൂടെ പോവുക. ദൈവത്തിന് സ്തോത്രം. അത് ചങ്ക് പിളർന്ന വഴിയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അല്പം താഴേണ്ടിയിരിക്കുന്നു, അല്പം തല താഴ്ത്തേണ്ടിയിരിക്കുന്നു. പിളർന്നതായ ആ തിരുവിലാവിൽ കൂടെ അക്കരെ എത്തണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെ പടർന്ന് പന്തലിച്ച് അങ്ങ് അഹങ്കാരം കൊണ്ടും നികളം കൊണ്ടും അങ്ങ് തീർത്തു പോയാൽ ആ ചെറിയ പഴുതിൽ കൂടെ, ആ ഇടുങ്ങിയ വഴിയിൽ കൂടെ സ്വർഗരാജ്യത്തിലെത്താൻ സാധ്യമേ അല്ല പ്രിയപ്പെട്ടവരെ. ഒന്ന് താഴണം, ഒന്ന് തല കുരിക്കണം, വിനയപ്പെടണം, താഴ്മ വേണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. യേശുവിനോടുള്ള സ്നേഹം വേണം, അപ്പോൾ തന്നെ ചുരുങ്ങിപ്പോകും. യേശുവിനോട് സ്നേഹമുണ്ടെങ്കിൽ എല്ലാ അവകാശവാദങ്ങളും അഭിമാന വിഷയങ്ങളും എല്ലാം താഴെ വയ്ക്കും പ്രിയപ്പെട്ടവരെ. യേശു യേശു യേശു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ മഹാപുരോഹിതനായ എനിക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ മഹാമധ്യസ്ഥത അണയ്ക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തു എന്ന ആ അത്ഭുത പുരുഷൻ അവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയും, ഒരുവൻ പാപം ചെയ്തു പോയി എങ്കിലോ നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അവൻ നമുക്ക് വേണ്ടി ആ ഏക മധ്യസ്ഥനായി അവൻ പക്ഷപാതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മാനസാന്തരം കിട്ടി, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. തൃപ്തിപ്പെട്ടു പോകരുത്. അതൊരു ആരംഭം മാത്രമാണ്. സ്വർഗത്തിൽ പേരെഴുതി കെട്ടി ഒരു ആരംഭം മാത്രമാണ്. ആ പേര് മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ച് കളയരുതേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിലെ ആകമാനം പരിശോധിക്കണം, അടിമുടി പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും ആ ക്രൂശിൻ ചോട്ടിൽ അർപ്പിച്ചുകൊണ്ട് ഓരോ അവയവങ്ങൾ കൊണ്ടും വന്നുപോയ പാപങ്ങൾ നാം ഏറ്റുപറയണം. ദൈവത്തിന് സ്തോത്രം. കണ്ടുപിടിച്ച് അനുതാപത്തോടും വേദനയോടും കൂടെ നാം ആ തൃപ്പാത്തിലിരുന്ന ഓരോ പാപങ്ങളും കണ്ടുപിടിച്ച് ഏറ്റുപറയണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, 3 ദിവസം രാവും പകലും അങ്ങനെ ഇരുന്ന് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ സമർപ്പണം എടുക്കുന്നതിന് മുമ്പ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമാണ് ദൈവസന്നിധിയിൽ ചെല്ലുവാനും ദേവദാസന് എനിക്ക് സമർപ്പണവാചകം ചൊല്ലിത്തരുവാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാം ഇടയായത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ അറിഞ്ഞും അറിയാതെയും എൻ്റെ ജീവിതത്തിൽ അന്നേ വരെ ചെയ്തു പോയ, ശിശുപ്രായം മുതൽ വന്നുപോയ പാപങ്ങൾ ഓർമ്മയിൽ വന്നതെല്ലാം എഴുതി വെച്ച് ദൈവസന്നിധിയിലെല്ലാം ഓരോന്ന് ഏറ്റുപറഞ്ഞ് എണ്ണി ഏറ്റുപറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച്, ഹൃദയം കൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ കണ്ണീരൊഴുക്കി കർത്താവിൻ്റെ പാദം കഴുകി. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തെല്ലാം അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു. എൻ്റെ കർത്താവ് എന്തെല്ലാം വാഗ്ദാനങ്ങൾ തന്നു. അതാണ് ഇന്ന് എന്നെ ജീവിപ്പിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട്, ആ ഹോളി ഓഫ് ഹോളിനെസ്, ആ മഹാവിശുദ്ധ സ്ഥലത്ത് ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട് സ്വർഗീയ സിംഹാസനത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ പാപം വന്നോ, അല്ല മനഃപൂർവ്വം അല്ലാതെ ഒരു പാപം വന്നോ, മനഃപൂർവ്വം വന്ന പാപത്തിന് അവിടെ എത്ര എളുപ്പമൊന്നും പരിഹാരം കിട്ടുകയില്ല. മനഃപൂർവ്വം അല്ലാതെ അറിയാതെ വന്ന പാപങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ വരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മനസ്സറിഞ്ഞൊരു പാപം വരികയില്ല കർത്താവേ എന്ന് ഉറച്ച നിർണയം വന്നിട്ടും പ്രിയപ്പെട്ടവർ അറിയാതെ പാപം വന്നുപോയി. നിങ്ങൾ പേടിക്കേണ്ട. ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. രക്തം കാണിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി യാചിക്കുന്ന, മധ്യസ്ഥ യാചിക്കുന്ന ഒരു പ്രാണപ്രിയനായ യേശുവുണ്ട്. അവൻ്റെ പുത്രൻ്റെ ആ യേശുവിൻ്റെ രക്തമാണ് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരാകണം. ദുർമനസാക്ഷി പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ
നാം വായിക്കുകയാണ്, ദുർമനസാക്ഷി നീങ്ങണം. എന്താണ് ദുർമനസാക്ഷി? വചനം കേട്ടിട്ടും വിശ്വസിക്കാത്തതാണ് ദുർമനസാക്ഷി. യേശു ക്രിസ്തുവിൻ്റെ വീര്യപ്രവർത്തകർ കണ്ടിട്ടും വിശ്വസിക്കാത്തതാണ് ദുർമനസാക്ഷി. ദൈവത്തിന് സ്തോത്രം. ആ ദുർമനസാക്ഷി നീങ്ങണം. അത് നീങ്ങണമെങ്കിൽ ഹൃദയങ്ങളിൽ തളിക്കപ്പെടണം. ഹൃദയങ്ങളിൽ തളിക്കപ്പെടണം. എന്താണ് തളിക്കുന്നത്? എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ തന്നെത്താൻ താഴ്ത്തി എൻ്റെ പാപങ്ങൾ ഓരോന്ന് അനുദവിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ആ തിരുരക്തമാണ് എന്നെ കഴുകുന്നത്. എൻ്റെ ഹൃദയത്തിൽ ആ തങ്ക തിരുരക്തം തളിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു എൻ്റെ തൊട്ടടുത്ത് വരും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ പ്രാർത്ഥന? ഹൃദയം തുറങ്ങി മനസ്സ് തകർന്നുള്ള പ്രാർത്ഥന, പാപങ്ങൾ ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥന, പാപങ്ങളെ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തൃപ്പാദത്തിൽ വെച്ച് ആ തിരുരക്തം കൊണ്ട് കഴുകൽ പ്രാപിക്കുന്ന പ്രാർത്ഥന. അപ്പോഴാണ് എൻ്റെ ഹൃദയ അനുതാപത്താൽ പ്രിയപ്പെട്ടവരെ കരയുമ്പോഴാണ്, കണ്ണ് നനയുമ്പോഴാണ്, കണ്ണുനീർ വാർക്കുമ്പോഴാണ് തിരുരക്തം ഒഴുകി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ തിരുരക്തം ഒഴുകി വന്ന് എന്നെ കഴുകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഭാവിക്കേണ്ട അനുഭവമാണ്. വേറെ വലിയ തത്വമൊന്നും അറിയണ്ട, തിയോളജിയോ ഒന്നും അറിയണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ തങ്ക തിരുരക്തം ഒഴുകി വരണമെങ്കിൽ എൻ്റെ കണ്ണുനീര് വേണം. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി നാം ഓരോരുത്തരും ദൈവസന്നിധിയിലിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കഴുകൽ പ്രാപിച്ചാൽ എന്തോ ഒരു സമാധാനമാണ്, എന്തൊരു സന്തോഷമാണ്. എൻ്റെ പ്രാർത്ഥന എൻ്റെ യേശു കേൾക്കുന്നു എന്ന് നല്ല ഉറപ്പ് കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മെ തന്നെ ശുദ്ധീകരിച്ചിട്ട് കർത്താവിന് സന്നിധിയിലിരുന്ന് കഴുകൽ പ്രാപിച്ചതിന് ശേഷം ഹൃദയത്തിൽ ആ തങ്ക തിരുരക്തം തളിച്ചു എന്ന് ഉറപ്പ് വന്നിട്ട് നിങ്ങൾ എന്തും ചോദിച്ചോളൂ, അപ്പനോട് എന്തും ചോദിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ മനസ്സലുള്ളവനാണ്, അവൻ കരുണയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്താണ് വിഷയം? നിങ്ങളുടെ രോഗമാണോ? കുഞ്ഞുങ്ങളുടെ വിഷയമാണോ? കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നതാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കടബാധ്യതയാണോ? അല്ല നിങ്ങൾക്ക് പാപത്തിന്മേൽ ജയമില്ലാത്ത കാര്യമാണോ? തുറന്നു പറഞ്ഞോളൂ. അപ്പനോട് എന്തും പറയാം. എന്ത് വീഴ്ച വന്നാലും എന്തെല്ലാം ലംഘനം വന്നാലും അപ്പൻ ഉപേക്ഷിച്ച് കളയുന്നവനല്ല. അപ്പൻ്റെ അടുക്കലേക്ക്, അപ്പാ, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഇരുകരവും നീട്ടി നമ്മെ അവൻ ആശ്ലേഷിച്ച് മാറോടണയ്ക്കുന്ന സ്നേഹമാണ് എൻ്റെ യേശുവിൻ്റെ സ്നേഹം, എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്തൊരാശ്വാസമാണ്. അവൻ അമ്മയെ കെട്ടിപ്പിടിക്കും. നമ്മുടെ പാപങ്ങളെല്ലാം അവൻ്റെ തിരുരക്തത്താൽ കഴുകിത്തരും. പ്രിയപ്പെട്ടവരെ, അവൻ മേത്രമായ അങ്കി ധരിപ്പിക്കും, നീതിയുടെ അങ്കി ധരിപ്പിക്കും. ഇതുവരെ ഒരു കുറ്റവും ചെയ്യാത്തവനെ പോലെ എൻ്റെ യേശു സകല പാപങ്ങളും കഴുകിത്തരും. അവന് മാത്രമാണ് പാപം മോചിക്കാനുള്ള അധികാരം. എൻ്റെ യേശുവിന് മാത്രമാണ് പാപമോചനത്തിനുള്ള അധികാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്ന് നാം നെടുമ്പാട് വീണ് കരയുമ്പോൾ ആ മാറോട് അണയ്ക്കുന്ന സ്നേഹം നമ്മെ കോരിയെടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അനുഭവിക്കാൻ പറ്റും. അവനെ മാറോടണച്ച് അവൻ നമ്മെ സ്നേഹചുംബനം തരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നല്ല മനസാക്ഷി ലഭിക്കും. ദുർമനസാക്ഷി നീങ്ങിപ്പോകും. വചനത്തോടുള്ള നമ്മുടെ അവിശ്വാസം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ്? ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അത് മാനസാന്തര അനുഭവമാണ്. പാപങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ ആ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി എൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചു തന്നു എന്നതായ ഉറപ്പ്, ഒരു മാനസാന്തര അനുഭവം. അങ്ങനെ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്നായിടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്നായിടയൻ, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷ മാർഗം തുറന്നു, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷ മാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും, നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും, നന്ദിയോടെ പാടി പുകഴ്ത്താം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ
18ഉം 19ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അവൻ്റെ പുത്രനായ യേശു, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. പക്ഷേ ആ യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി തകർത്ത് കളയുവാൻ തിരുമനസ്സായ യേശുവിനെ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ, അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ, അവനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വരും. ദൈവത്തിന് സ്തോത്രം. ആ ക്രൂശ് മരണം നാം വിശ്വസിച്ചില്ലെങ്കിൽ, ആ തിരുവചനം കേട്ടത് കൈക്കൊണ്ട് ആ ക്രൂശ് മരണത്തെ വിശ്വസിച്ച്, ആ തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പിനെ വിശ്വസിച്ച്, ആ തിരുരക്തത്താലുള്ള കഴുകലും ശുദ്ധീകരണവും പ്രാപിക്കാൻ മനസ്സ് വെച്ചില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മെ കാത്തിരിക്കുന്നത് വലിയ ഘോരമായ ന്യായവിധിയാണ്. പിന്നെ ന്യായവിധിയുണ്ട്. അത് സ്വീകരിച്ചില്ലെങ്കിൽ ഇത്രയും വലിയ ത്യാഗം, ഇത്രയും വലിയ സ്നേഹത്തിൽ പൊതിഞ്ഞ ത്യാഗം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അനുഷ്ഠിച്ചിട്ട് അത് സ്വീകരിച്ചില്ലെങ്കിൽ ഇതാ ന്യായവിധി വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകൊണ്ട് വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. യേശുക്രിസ്തു എന്ന വെളിച്ചം കിട്ടി. വെളിച്ചം ലോകത്തിലേക്ക് വന്നു. വെളിച്ചം എൻ്റെ ഹൃദയത്തിലേക്ക് പാകിത്തരാൻ അവന് മനസ്സായി. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാം പാപികളായ പാപത്താൽ ഗ്രസിക്കപ്പെട്ടവരായതുകൊണ്ട്, പിശാച് നമ്മുടെ കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട്, പിശാച് ഹൃദയം അടച്ചിരിക്കുന്നതുകൊണ്ട്, വിശ്വസിക്കാതെ അത് സ്വീകരിക്കാതെ നാം ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നുവെങ്കിൽ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ, പാപത്തെ, ലോകത്തെ, മനുഷ്യരെ സ്നേഹിക്കുന്നുവെങ്കിൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നമുക്ക് ന്യായവിധിയിൽ നിന്ന് ഒഴിവാകണ്ടേ പ്രിയരെ? അതിനല്ലേ യേശു തിരുരക്തം ചിന്തിയത്. നമുക്ക് ഈ നിമിഷം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ ദേഹവും ദേഹി ആത്മാവും കാൽവരി ക്രൂശിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നിങ്ങൾ നോക്കൂ. എൻ്റെ ദൈവമേ, ആ തിരുമുഖത്തേക്ക് നോക്കൂ. കാണുക നീ ഈ കാരുണ്യവാനെ കുരിശതിൽ കാൽവരിയിൽ. ഓ എൻ്റെ ദൈവമേ, ആ തിരുരക്തം ചിന്തി, കൈകാലുകളിൽ കൂടെ രക്തം ഒഴുകി, ആ തെരുവിലാവ് തുറന്ന് രക്തം ഒഴുകി, നിനക്ക് വേണ്ടി അവിടെ കിടന്ന് അഭയാചരണ ചെയ്യുന്ന യേശുവിനെ നീ ഒന്ന് കാണൂ പ്രിയനെ. നിൻ്റെ കണ്ണ് തുറന്നൊന്ന് കാണൂ. ആ കണ്ണ് തുറന്നൊന്ന് കാണൂ. യേശുവേ, നീ പങ്കപ്പാടല്ല എനിക്ക് വേണ്ടി സഹിച്ചു. ദൈവമേ, എന്നെ നീ സ്നേഹിച്ചല്ലോ, ഇതിന് മാത്രം സ്നേഹിച്ചല്ലോ. ഇന്ന് ഈ വചനം കേൾക്കാൻ ഭാഗ്യം തന്നല്ലോ, തിരുവചനം കേൾക്കാൻ ഭാഗ്യം തന്നല്ലോ. എൻ്റെ ദൈവമേ, ഈ നമ്മുടെ കൂട്ടായ്മയിലുള്ളവരാണെങ്കിൽ 10-50 വർഷമായി ദൈവമേ ഈ വചനം നീ തന്നല്ലോ കർത്താവേ. ഈ നിർമ്മല വചനം തന്നല്ലോ, ഞങ്ങളെ ജീവിപ്പിച്ചല്ലോ. എൻ്റെ കർത്താവേ, ഈ നിമിഷം ഞാനിതാ വരുന്നു. ആ പാദം ചുംബിച്ചുകൊണ്ട് ദൈവമേ, ആ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ തിരുരക്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് അവനോട് വാക്ക് പറയാൻ പ്രിയപ്പെട്ടവരെ. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ സ്നേഹത്തെ ഞാൻ വിശ്വസിക്കുന്നു. നാഥാ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക, ഞാൻ നിൻ്റെ മാത്രം വക. കരുണയുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്വർഗീയ സ്നേഹത്തിനായി സ്തോത്രം. അവിടുത്തെ തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ അടിയങ്ങൾക്ക് കർത്താവേ നീ വെളിപ്പെടുത്തി തരുന്നതിനാൽ സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുരക്തം മുരണ്ട കരഞ്ഞൽ ഞങ്ങളെല്ലാവരെയും ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കണമേ, ശാപങ്ങൾ മാറ്റണമേ, രോഗങ്ങൾക്ക് സൗഖ്യം തരണമേ, കുടുംബ സമാധാനം നൽകണമേ, രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.